കളഞ്ഞ്. കാരണം മൊത്തത്തിൽ ആ പാർട്ടിയെ കൂടി ആ പാർട്ടി ഇന്ന് സത്യത്തിൽ അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി 100% ഞാൻ എഴുതി വെച്ചു തരാം. പിണറായി വിജയൻ എന്നുള്ള ഒരൊറ്റ വ്യക്തി കൊണ്ട് തന്നെയാണ് ആ പാർട്ടി അല്ലാതായി മാറുക. ആ 100% പിണറായിക്ക് 15-ാം വർഷത്തിലോട്ട് പോകാമായിരുന്നു. പക്ഷെ അദ്ദേഹം ജനങ്ങളെ വെറും ഒരു ഉച്ചഭാവത്തിൽ വീക്ക അദ്ദേഹത്തിന് എന്നൊരു ചിന്ത പുള്ളിയിലുണ്ട്. തുടർ ഭരണം എന്തോത്തിനാ? ശാരീരികമായിട്ട് ഒരുപാട് അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട്, മാനസികമായിട്ടും ഉണ്ട്. അദ്ദേഹം ഇനി ഇറങ്ങി തോക്കേണ്ടി വന്നു പോയാൽ ഞാൻ മുഖേനയാണല്ലോ ഈ പാർട്ടിക്കൊരു അധപ്പതനം വന്നത്, അല്ലെങ്കിൽ പാർട്ടിക്കൊരു പേരുദോഷം ഉണ്ടായത്. ഭരണം ആർക്കാ മാറ്റം? ഒരു വിവാഹത്തിനോ? പിണറായി തുടർ ഭരണം നടത്തേണ്ട ആവശ്യമില്ല. ഇനി അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കാം. അതാണ്. നമസ്കാരം. ഒരിക്കൽ കൂടി ഈ സാറിന് തന്നെ ഞാനൊരു മുൻപൊരു വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സാറിന് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് സമയം അതിക്രമിച്ചു. അദ്ദേഹം പോയി റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ഇനി ഈ രാഷ്ട്രീയത്തിൽ കടിച്ച് ഞാൻ കിടക്കാതെ യുവാക്കൾക്ക് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് അദ്ദേഹത്തിനെ പോലെ ഒരുപാട് കഷ്ടപ്പെട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് ആ സ്ഥാനം കൊടുത്തിട്ട് അദ്ദേഹത്തിന് പോവാം. അദ്ദേഹം പോണം. അദ്ദേഹം നിൽക്കണ്ട. വെറുതെ ആവശ്യമില്ലാതെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന്റെ സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള. അതൊന്നും പാടില്ല. അതെല്ലാം ഇനി അത് വെച്ചു അദ്ദേഹം ഒഴിയാൻ അദ്ദേഹം പോയി റെസ്റ്റ് എടുക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കാതെ അദ്ദേഹം വെച്ചൊഴിഞ്ഞ് പോയി റെസ്റ്റ് എടുക്കട്ടെ. അതല്ലേ നല്ലത്, അതല്ലേ വേണ്ടുന്നത്. പ്രായം ഇത്ര ആയില്ലേ. അപ്പൊ അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിന്റെ അമേരിക്കന്റെ ബൈഡന്റെ കാര്യത്തിൽ ഞാൻ എന്താ പറഞ്ഞ, ബൈഡൻ അമേരിക്ക ഭരിക്കാൻ ശേഷിയുള്ള ആളല്ല, ശേഷി കുറഞ്ഞു. അദ്ദേഹം ഒഴിഞ്ഞു കൊടുക്കണം. അവസാനം ട്രംപ് വരും എന്ന് പറഞ്ഞു, അദ്ദേഹം വന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിലെ ചില ഫാൾട്ടുകളും കുഴപ്പങ്ങൾ കൊണ്ടിന്ന് ലോകത്ത് അശാന്തി പരത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെ. അതിന് ഇന്ത്യയെ ഒരുപാട് മാനസികമായിട്ട് പ്രയാസപ്പെടുത്താനൊക്കെ നോക്കി, പക്ഷെ വില പോയില്ല. അതേ കാരണം ഇന്ത്യ ഭരിക്കുന്ന ധീരനായ ഒരു യോദ്ധാവാണ് എന്ന് പറഞ്ഞതുപോലെ കേരളവും അതുപോലെ ആവണം. കേരളത്തിൽ അങ്ങനെ ഒരു നേതാവ് വരണം. നമ്മുടെ സ്റ്റേറ്റ് മാറണം. ഒരു കാര്യം ഞാൻ പറയാം, ഈ നടക്കുന്ന ഇലക്ഷനോട് കൂടി ഇന്ത്യയിലെ ഏതെല്ലാം സ്റ്റേറ്റിൽ ഇലക്ഷൻ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഒരു വലിയൊരു മാറ്റം ഉറപ്പായിട്ട് സംഭവിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഒരു നാള് ഈ ഭാരതം താമരയുടെ കീഴിലാവും എന്നതിനകത്ത് യാതൊരു സംശയമില്ല. അത് എന്തായാലും ഉണ്ടാവും. അതിനകത്ത് യാതൊരു സംശയമില്ല. അത് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചിന്തിക്കുന്ന പോലെയുള്ള ചിന്ത ഒരുപാട് ആൾക്കാർ എൻ്റെ ഏജും അല്ലെങ്കിൽ ചെറുപ്പക്കാരികളും ഒക്കെ ചിന്തിക്കണം. IT മേഖലകളിലൊക്കെ നല്ല സാധ്യതകളുണ്ട്, നല്ല തൊഴിൽ സാധ്യതകളുണ്ട്, പല സാധ്യതകളുണ്ട്. ഇവിടെ കാർഷിക രംഗത്താണെങ്കിൽ ഒരുപാട് മെച്ചപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഒരു മാറ്റം സംഭവിക്കണം. ഇവിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ വന്നിട്ട് ഭരിക്കുമ്പോഴേ അതിനൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളൂ. അല്ലാതെ ഇപ്പം മാസ്റ്റർ പാർട്ടി ഭരിച്ചു പോകുമ്പോൾ ഭീമമായ ഒരു ബാധ്യതയും കടവും ആക്കിയിട്ടാണ് അവര് പോകുന്നത്. അത് അവരെയും കുറ്റം പറയുന്നില്ല. കാര്യം പലതിനും പൈസ എടുത്ത് ഇറക്കേണ്ടി വരുന്നത്. ഇവിടെ ലോട്ടറി, ഇവിടെ ഒരു മദ്യം, ഈ രണ്ടും ഇവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ കേരളം എങ്ങോട്ട് പോയാന്? കടക്കണി വീണും ഇവിടെ ബന്ധുരുകി പോയാന് ഇല്ലേ, നശിച്ച് വെണ്ണീറായി പോയാന്. ഇപ്പം വരുന്ന കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ എന്താണ്, ഈ കടം നികത്തണം. പിന്നെ അതിനു വേണ്ടി അവര് പലതിനും പല കാര്യം. പിന്നെ എനിക്ക് അത് കണക്കന്നെ ഈ അദ്ദേഹം ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആര് മുഖാന്തരം? പത്രക്കാർ മുഖാന്തരം, മാധ്യമങ്ങളും ഒക്കെ ഉണ്ടായിട്ടാണെന്ന് അദ്ദേഹമായി മാറിയ. ഇല്ലെങ്കിൽ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആളിനെ ആരറിയുമായിരുന്നു? പണ്ട് അദ്ദേഹം കിടന്ന് ഇടികൊണ്ടെന്നൊക്കെ പറഞ്ഞ് അതും നമ്മള് അവിടെ ഇടിച്ചതും ഇടികൊണ്ടതും ഒക്കെ അവിടെ ആയിരുന്നു. അത് പറഞ്ഞിട്ട് അറിഞ്ഞ പത്രക്കാർ, അന്ന് പത്രമായിരുന്നു ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ. അവര് പറഞ്ഞിട്ട് അവരുടെ ഇറങ്ങ് പുറത്ത്, കടക്ക് പുറത്ത്, ഇതൊക്കെ പറയുന്നത്. ഇദ്ദേഹം ഒന്നുമില്ല, ഇദ്ദേഹം വെറൊരു മുഖ്യമന്ത്രിയാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വില പോലും കൽപ്പിക്കാത്ത ഒരു ഇതാണ് മുഖ്യമന്ത്രി എന്ന് പറയാൻ മനസ്സിലായ. കാരണം ഞാൻ വില മതിക്കത്തില്ല. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ പോലും നമുക്ക് വിമർശിക്കാം. പക്ഷെ അതിനുള്ള കാര്യം വേണം. മുഖ്യമന്ത്രി കുറച്ച് പോലീസുകാരെയും കൊണ്ടുവന്ന്, അല്ലെങ്കിൽ കുറെ ആൾക്കാരെയും കൊണ്ട് പാവങ്ങളുടെ നെഞ്ചത്ത് കൊണ്ടുവന്ന് ബുൾഡോസർ കയറ്റുന്ന രീതിയൊന്നുമല്ല. പത്രമാധ്യമക്കാരോട് കാണിച്ച് സത്യത്തിൽ പറഞ്ഞാൽ അത് വളരെ തെറ്റായി പോയി. അദ്ദേഹം ആക്കി മാറ്റിയത് പത്രക്കാരാ. അദ്ദേഹം ഈ കഷ്ടപ്പെട്ടെന്നും പ്രയാസപ്പെട്ടെന്നും പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം അനുഭവിച്ചെന്നും ഒക്കെ അദ്ദേഹം വാഗൊണ്ട് പറഞ്ഞാൽ ഇനി കണ്ണൂരിരിക്കുന്ന ആൾ വാഗൊണ്ട് പറഞ്ഞാൽ കൊല്ലത്തുകാർ കേൾക്കത്തില്ല, അല്ലെ തിരുവനന്തപുരത്ത് കേൾക്കത്തില്ല. അത് കേൾപ്പിച്ചതേ
പത്രക്കാരും റേഡിയോക്കാരുമാണ്. അവരെ ഒന്നും അവഗണിക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹം അവസാനം ഈ അവസാനഘട്ട സമയങ്ങളിൽ വരെ അദ്ദേഹം എന്തോ ഒരു എല്ലായിടത്തും ഏതെല്ലാം രീതിയാണ് കാണിക്കുന്നത്, എന്തെല്ലാം തമാശ രീതി കൂടെ ആണെങ്കിൽ എന്തെല്ലാം തെറ്റാണ്. അങ്ങനൊന്നും പാടില്ല. മുഖ്യമന്ത്രി ആകുമ്പോൾ മുഖ്യമന്ത്രിയുടേതായ ഒരു വിലയും നിലയും ഉണ്ടാണ്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അച്യുതാനന്ദനെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു, നയനാരെ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ടാ? ഇപ്പൊ നമ്മുടെ ഉമ്മൻചാണ്ടി ബഹുമാനിക്കുന്നു. എന്തുകൊണ്ടാ? അവരൊക്കെ യഥാർത്ഥത്തിലുള്ള മുഖ്യമന്ത്രിമാരാണ്. അവരാരെയും ഒരിക്കൽ പോലും ഒരു പത്രക്കാരെ അല്ലെങ്കിൽ ഒരു വ്യക്തികളെ പോലും ഒന്നും പറഞ്ഞിട്ട് കൂടെ നിന്ന ആളെ ഒന്ന് പാർട്ടി മാറുന്നു പറഞ്ഞാൽ പരനാറിന്ന് വിളിക്കേണ്ട കാര്യം എന്താ? അത് തെറ്റല്ലേ കാണിച്ചത്? അതുകൊണ്ട് എന്തായാലും ഈ റിസൾട്ട് വരട്ടെ. വരുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ബോധ്യമാവുമല്ലോ. കാരണം അദ്ദേഹം നല്ലതാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അദ്ദേഹം ആദ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം നല്ലതാണെങ്കിൽ വീണ്ടും അദ്ദേഹം തന്നെ വരട്ടെ, അതല്ലേ നല്ലത്. വെറുതെ ഒരു ഇലക്ഷൻ ഇങ്ങനെ ഉണ്ടായി കണ്ടവങ്ങളെ. അപ്പൊ അദ്ദേഹം വന്നു, വീണ്ടും ഞാനത് പറഞ്ഞായിരുന്നല്ലോ, അദ്ദേഹം തന്നെ വരട്ടെ, സന്തോഷമേ ഉള്ളൂ. പക്ഷേ നമ്മൾ സന്തോഷം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണെന്ന് കരുതി എന്തുമാവും, എന്തും നടത്താം, എന്തും ചെയ്യാം, ആരുമില്ല ചോദിക്കാനെന്നുള്ള ആ ഒരു ധാർഷ്ട്യ സ്വഭാവം അദ്ദേഹം കളയണം. ഇവിടുത്തെ ജനാധിപത്യ രാജ്യമാണ്. ഏതൊരു 18 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിനും അദ്ദേഹത്തിന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാം. മനസ്സിലായ? അതിന് അദ്ദേഹം നിന്നു കൊടുത്തേ പറ്റൂ. കാരണം അദ്ദേഹത്തിന്റെ ആൾക്കാർ മാത്രം വോട്ട് ചെയ്തിട്ടല്ല അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത്, മുഴുവൻ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് അവിടെ പോയിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും അവകാശങ്ങളുണ്ട്, അതറിയോ? അപ്പൊ അദ്ദേഹം കേരളത്തിന്റെ ഞാൻ പറയുന്നത്, കേരളത്തില് കാലങ്ങൾ പോകുന്തോറും പിണറായി ഭരിച്ചെന്നുള്ളൊരു 10 കൊല്ലം ഭരിച്ചെന്നുള്ളൊരു പേരൊന്നും പ്രശസ്തിയിലൊന്നും നിൽക്കത്തൊന്നുമില്ല. മനസ്സിലായില്ലേ? അച്യുതാനന്ദനെ പോലെ അല്ലെങ്കിൽ നയനാരെ പോലെ അങ്ങനെയൊക്കെ ഉള്ളവരുടെ പേരെ നിലനിൽക്കൂ. പിണറായി എന്നുള്ള ഒരു പേരിന് പോലും പ്രശസ്തി ഉണ്ടാവില്ല. അതിങ്ങനെ തേച്ച് മാഞ്ഞു പോത്തതേ ഉള്ളൂ. മനസ്സിലായി? ഇനി അദ്ദേഹത്തിന്റെ 1000 പ്രതിമ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാലും വലിയ കാര്യമൊന്നുമില്ല. കാരണം അത്രയ്ക്കും അദ്ദേഹം ജനങ്ങളെ മനസ്സിലാക്കാതെ പോയി. മനസ്സിലായില്ലേ? അതാണ് അദ്ദേഹത്തിന് വന്ന തെറ്റ്. വെറുപ്പിച്ചു കളഞ്ഞ. കാരണം മൊത്തത്തിൽ ആ പാർട്ടി ഇന്ന് സത്യത്തിൽ അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി 100% ഞാൻ എഴുതി വെച്ചു തരാം, പിണറായി വിജയൻ എന്നുള്ള ഒരൊറ്റ വ്യക്തി കൊണ്ട് തന്നെയാണ് ആ പാർട്ടി അല്ലാതായി മാറുക. ആ പാർട്ടി അച്യുത മേനോൻ മുതലുള്ള ആൾക്കാർ ഇവിടെ ഭരിച്ചത്. അച്യുത മേനോനൊക്കെ നല്ല ഭരണം കാഴ്ചവെച്ച്, അച്യുതാനന്ദൻ നല്ല ഭരണം കാഴ്ചവെച്ചു. നയനാരൊക്കെ ഭരിച്ചപ്പോ എന്തുമായിരുന്നു, എന്തോ ഒരു നല്ല ജോളിയായിട്ടില്ല. അദ്ദേഹം എല്ലാവരുടെ എന്തോ ഒരു സ്നേഹത്തില. അതുപോലെ ഒരു മുഖം പ്രസന്നത ഇദ്ദേഹത്തിന് വരാത്ത കാര്യം എന്താ? രാഷ്ട്രത്തിന് ആ പാർട്ടിയുടെ മുഴുവനും പേര് അദ്ദേഹം കളഞ്ഞു കുളിച്ചില്ലേ? അദ്ദേഹം മാത്രമല്ല ഉത്തരവാദി. ഈ ജനങ്ങൾ, ഈ സ്ത്രീകളും, ഈ യുവാക്കളും യുവതികളും, ഈ എല്ലാവരും വെറുത്തു പോയില്ലേ? അല്ലേ? കുറെ പോലീസുകാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ആവശ്യമില്ലാത്തതിനെല്ലാം ഇറങ്ങിത്തിരിച്ചു. അദ്ദേഹം അറിഞ്ഞിരുന്നില്ല ഇത്ര ഒരു വലിയ വിന അദ്ദേഹത്തിന്റെ പെടലിൽ വന്ന് വീഴുമെന്നുള്ളത്. അതൊക്കെ തെറ്റാണ്. ഒന്നാമത്തെ പ്രശ്നം, അദ്ദേഹത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കാൻ, ഉപദേശിച്ചു കൊടുക്കാൻ ശരിയായ ആൾക്കാരില്ല. ആ ഉപദേശിച്ചു കൊടുക്കുന്നവർ ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ എന്തെങ്കിലും ഉള്ളിൽ ദേഷ്യം കാണും.